എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നേ. അപ്പോൾ അതേണ്ടേ ഞാനിവിടെ 2 ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്ന് നമ്മൾ പഴംപൊരി ഉണ്ടാക്കി കഴിക്കുന്നത്. ഇന്ന് നമുക്ക് സ്പൂൺ പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ 2 ഏത്തപ്പഴവും പൊളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതൊന്ന് മാഷ് ചെയ്തെടുക്കണം, ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഇതേ രീതിയിലാണ് ഞാനിതൊന്ന് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ തേണ്ട നമ്മുടെ പഴം മുഴുവൻ അരിഞ്ഞെടുത്തതിന് ശേഷം തേണ്ട ഞാൻ കൈ കൊണ്ടാണ് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. നന്നായിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർക്കാം. തേണ്ട നമ്മുടെ പഴം ഞാൻ നന്നായിട്ട് ഇതേപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഞാനൊരു 2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഞാനിനി ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളുപ്പാണ്. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിനകത്തിരുന്ന തേങ്ങയാണ്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. നല്ല തേങ്ങയാണ്, പക്ഷേ ഫ്രീസറിൽ നിന്ന് ഇച്ചിരി എടുക്കാനായിട്ട് പാടായിരുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടിയാണ്. നമ്മൾ ആവശ്യത്തിനുള്ള മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിലേക്ക് പാലല്ല ചേർത്ത് കൊടുക്കുന്നത്, നമ്മുടെ സാധാ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 3 ടീസ്പൂണോളം മൈദ ചേർത്ത് കൊടുത്തിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ. മിക്സ് ചെയ്തെടുത്തതിന് പോരാത്ത മൈദ എണ്ണ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഓൾറെഡി നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോഴത്തേന് നമ്മുടെ പഴംപൊരിക്ക് ഒരു ബ്രൗൺ കളറായിട്ട് വരും. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു ടീസ്പൂൺ മൈദയും കൂടെ ഞാൻ പഞ്ചസാരയല്ല മൈദയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ എള്ള് പഴംപൊരിക്കകത്തൊക്കെ ഇടുന്ന ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ എള്ള് ഇട്ട് കൊടുക്കുന്നത്. ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു നുള്ളു സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കൊരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ആ സമയത്ത് നമ്മൾ എണ്ണ തിളയ്ക്കാൻ വെക്കുവാണെങ്കിൽ ആ സമയത്ത് ഉടനെ തന്നെ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 2 സ്പൂൺ പഞ്ചസാര എക്സ്ട്രാ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം കുറച്ച് കുറവ് എനിക്ക് തോന്നിയായിരുന്നു മൈദയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനെ. പിന്നെ ജീരകത്തിൻ്റെ പൊടിയോ ഏലക്കപ്പൊടിയോ ഒക്കെ ചേർക്കുന്നത് നല്ലതാണ്, ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഞാനൊരു നുള്ളും ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം തന്നെ ഇപ്പം നമ്മൾ എണ്ണ തിളപ്പിക്കാനായിട്ട് വെക്കുവാണ്. തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് സ്പൂൺ കൊണ്ട് കോരി നമുക്ക് ഇത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തീ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഇത് എണ്ണയ്ക്കകത്ത് കിടന്ന് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ തീ കുറച്ച് വെച്ച് വേണം ഇത് ബാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചും മറിച്ച് വിട്ട് 2 ഭാഗവും നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. നമ്മൾ ബേക്കിംഗ് സോഡ ഒരു നുള്ളിട്ടിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് ഇത് വീർത്ത് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റും ആയിരിക്കും ആകും. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള പഴംപൊരിയാണ്. അപ്പോൾ 2 പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് 2-3-4 പേർക്ക് കഴിക്കാനുള്ള സ്നാക്സ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പഴംപൊരി ആകുമ്പോൾ നമുക്ക് കുറേ സമയം വേണമല്ലോ. പിന്നെ പഴംപൊരിയുടെ ടേസ്റ്റും ഇതിൻ്റെ ടേസ്റ്റും വ്യത്യാസമുണ്ട്, അത് വേറെ തന്നെയാണ്. അപ്പം ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറന്നു പോകരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം. അപ്പോൾ ആദ്യത്തെ ബാച്ച് നമ്മൾ കോരി എടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബാച്ചും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കട്ടൻ തിളപ്പിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് പഴംപൊരി ഇവിടെ റെഡിയാക്കിയെടുക്കാം. അത്രയ്ക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു പഴംപൊരിയാണ്. അതുപോലെ തന്നെ 4 മണി വിട്ട് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ട്രെൻഡിങ് പഴംപൊരി തന്നെയാണ് കേട്ടോ ഇത്. ഞാൻ പലരും ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഉണ്ടാക്കിയപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായത്. അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. ഇതുപോലെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അപ്പോൾ ദേണ്ടേ നമ്മുടെ പഴംപൊരി മുഴുവനായിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ അകം നല്ല സോഫ്റ്റും ആയിട്ടുള്ള പഴംപൊരിയാണ്. നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് കേട്ടോ. അതേണ്ട ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ്, പുറമേ നല്ല ക്രിസ്പിയുമാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ജീരകവും അതുപോലെ എള്ളൊക്കെ വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാനിത് ചേർത്ത് കൊടുത്തെന്നുള്ളത് ഒരു കാണാനൊരു ഭംഗിക്കും അതുപോലെ തന്നെ എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.